ആരാധകരെ ശാന്തരാകുവിൻ എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. കാരണം മോഹൻലാലിന്റെ ചില പടങ്ങളുടെ അനൗൺസ്മെന്റ് എമ്പുരാൻ ടീസർ ലോഞ്ചിൽ പ്രതീക്ഷിച്ചിരുന്നു പലരും. എന്നാൽ അതല്ല, അതിലും കൂടുതൽ സംഭവങ്ങൾ വരുന്നുണ്ടെന്ന് ആന്റണി പെരുമ്പാവൂർ സ്ഥിരീകരിച്ച സ്ഥിതിക്ക് വരാൻ പോകുന്നത് മറ്റൊരു ഗംഭീര ചിത്രത്തിന്റെ അനൗൺസ്മെന്റ് ആണ്. അതും ഗ്രാൻഡായി തന്നെ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഇതിന്റെ അണിയറ പ്രവർത്തകർ. ഏറ്റവും ലേറ്റസ്റ്റ് ആയി ലഭിക്കുന്നത് മോഹൻലാലും ജിത്തു മാധവനും ഒന്നിക്കാൻ പോകുന്ന ചിത്രത്തിന്റെ വലിയൊരു അനൗൺസ്മെന്റ് ഉടനെ തന്നെ നമുക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്നു എന്നതാണ്. അടുത്ത മോഹൻലാലിൽ നിന്നുള്ള ഏറ്റവും വമ്പൻ സർപ്രൈസ് വരികയാണ്. എമ്പുരാൻ കഴിഞ്ഞു, ഇനി അടുത്തത് പറഞ്ഞു വരുന്നത് ജിത്തു മാധവന്റെയും മോഹൻലാലിന്റെയും ഒന്നിക്കൽ. അത് അനൗൺസ്മെന്റ് ഒരു ഗംഭീര പരിപാടിയായിട്ട് ഒരുക്കാൻ വേണ്ടിയാണ്. ഒരു ഗ്രാൻഡ് ഇവന്റ് ഇതിനു വേണ്ടി അവർ ഒരുക്കാൻ പോകുന്നു എന്ന രീതിയിലാണ് വരുന്നത്. എമ്പുരാന്റെ ടീസർ അവതരിപ്പിച്ചതുപോലെ ഇതും ഒരു സ്പെഷ്യൽ സംഭവമായിരിക്കുമെന്നാണ് അറിയുന്നത്. ഒരു പ്രൊമോട്ട് ടീസർ ഒക്കെ കാണിച്ചുകൊണ്ടായിരിക്കും ഈ ഒരു ചിത്രത്തിന്റെ അനൗൺസ്മെന്റ് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. മോഹൻലാലും ജിത്തു മാധവനും ഒന്നിക്കാൻ പോകുന്ന പ്രോജക്റ്റ് ഷൂട്ടിംഗ് ആരംഭിക്കുന്നത് ഓഗസ്റ്റ് 2025 ചിത്രം തിയേറ്ററിൽ ഇപ്പോൾ എത്താൻ സാധ്യത ഏപ്രിൽ 2026 എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന മൂവി അനലിസ്റ്റുകളുടെ റിപ്പോർട്ട്. എന്തായാലും ഈ ടീം പ്ലാനിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചിത്രത്തിന്റെ അനൗൺസ്മെന്റ് ഒരു ഗ്രാൻഡ് ഇവന്റായി തന്നെ അവതരിപ്പിക്കുകയും അതിൽ തന്നെ ചിത്രത്തിന്റെ ഒരു പ്രൊമോട്ട് ടീസർ കൂടി ഉണ്ടാകും എന്ന രീതിയിൽ ഒരു തമിഴ്നാട് കൾച്ചർ നമ്മുടെ മലയാളത്തിലേക്കും വരുന്നു എന്ന രീതിയിൽ വേണമെങ്കിൽ കരുതാം. വലിയ വലിയ പ്രോജക്റ്റുകൾക്ക് ഗംഭീര അനൗൺസ്മെന്റ് ഇവന്റുകൾ സംഭവിക്കാൻ പോകുന്നു. അതുപോലെ ടീസറിനും ട്രെയിലറിനും വേണ്ടിയൊക്കെയുള്ള ഒരു ഗ്രാൻഡ് ഇവന്റ് ലോഞ്ച് ഒക്കെ നടത്തി അങ്ങനെ ഒരു ആഘോഷ പരിപാടിയാക്കാൻ ശ്രമിക്കുകയാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ. ഇതൊരു നല്ല പരിപാടി തന്നെ, കാരണം കൂടുതൽ പ്രേക്ഷകരിലേക്ക് ഈ ചിത്രത്തിന്റെ ഒരു ഇമ്പാക്ട് എത്തും. അപ്പോൾ മോഹൻലാൽ ആരാധകർ ശാന്തരാകൂ എന്ന് തന്നെയാണ് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസം ഇറങ്ങിയ എമ്പുരാന്റെ ടീസറിന്റെ വിശേഷങ്ങളൊന്നും ഇപ്പോഴും മാറിയിട്ടില്ല എന്നതാണ് ഇന്നും നമുക്ക് കാണാൻ കഴിയുന്നത്. അതിന്റെ ഒരു ഭാഗം എന്ന് നോക്കുമ്പോൾ ചിത്രത്തിന്റെ ടീസർ വലിയ രീതിയിലുള്ള റെക്കോർഡുകൾ സൃഷ്ടിക്കുന്നു എന്നതും കാണാൻ കഴിയും. ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയ മലയാളത്തിലെ ടീസറായി മാറിയിരിക്കുകയാണ് എമ്പുരാന്റെ ടീസർ, അതും 24 മണിക്കൂറിൽ. ഇതിനു മുമ്പുള്ള റെക്കോർഡുകളെല്ലാം മോഹൻലാലിന്റെ പേരിൽ തന്നെയാണ്. അതുകൂടി മെൻഷൻ ചെയ്തുകൊണ്ടാണ് ആരാധകർ ഇന്നേ ദിവസം എത്തിയത്. ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരെ സൃഷ്ടിച്ച ടീസർ മോഹൻലാലിന്റെ മലക്കോട്ടെ ബാലുവിനാണ് 24 മണിക്കൂറിൽ. അതുപോലെ തന്നെ 24 മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ കമന്റുകൾ സൃഷ്ടിച്ച ഒരു ടീസർ മോഹൻലാലിന്റെ ആറാട്ടായിരുന്നു. അതുപോലെ ചില മൈൽ സ്റ്റോണുകൾ എമ്പുരാനിലും എത്തിയിരിക്കുന്നു. 24 മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയ ടീസറായി എമ്പുരാൻ മാറി. ലൈക്കയുടെ യൂട്യൂബ് ചാനലും ആശീർവാദിന്റെ യൂട്യൂബ് ചാനലും എത്തിയതുകൊണ്ട് തന്നെ വ്യൂസ് സ്പ്ലിറ്റായി പോയി എന്നതും കാണാൻ കഴിയും. എന്നിരുന്നാലും ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരെയും സൃഷ്ടിച്ചിട്ടുണ്ട് എമ്പുരാന്റെ ടീസർ എന്നതും നോക്കിക്കാണേണ്ടതാണ്. ഇതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഈ ചിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഭാഗമായിരിക്കുന്നത് പൃഥ്വിരാജ് തന്നെയാണ്. സംവിധായകനപ്പുറം ഈ ചിത്രത്തിൽ പൃഥ്വിരാജിന്റെ കയ്യൊപ്പുകൾ പതിഞ്ഞിരിക്കുന്നത് എടുത്ത് സർപ്രൈസിംഗ് ആയിട്ടാണ് പ്രേക്ഷകർ കേട്ടത്. മലയാളത്തിലെ നിരവധി റെക്കോർഡുകൾ എല്ലാം തകർക്കാൻ കെൽപ്പുള്ള സിനിമയാണ് മോഹൻലാൽ നായകനായി എത്തുന്ന എമ്പുരാൻ. പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന ചിത്രം വമ്പൻ ബജറ്റിലാണ് ഒരുങ്ങുന്നത്. ചിത്രത്തിന്റേതായി പുറത്തു വരുന്ന ഓരോ അപ്ഡേറ്റിനും ആരാധകർക്കിടയിൽ നിന്ന് വലിയ സ്വീകരണമാണ് ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ചിത്രത്തിന്റെ ടീസർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത്. ഇതിലെ ലൈക്ക് എ ഫ്ലെയിം എന്ന് തുടങ്ങിയ തീം സോങ് എഴുതിയത് പൃഥ്വിരാജാണ്. ദീപക് ദേവിന്റെ സംഗീതത്തിൽ ഒരുക്കിയ തീം സോങ് ഇന്ദ്രിയത്തിന്റെ മകൾ പ്രാർത്ഥന ഇന്ദ്രിയത്താണ് പാടിയിരിക്കുന്നത്. ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ തന്നെയാണ് ഇക്കാര്യം പങ്കുവച്ചിട്ടുള്ളത്. സംവിധാനവും അഭിനയവും പാട്ടെഴുതും എല്ലാം കൂടെ എങ്ങനെ സാധിക്കുന്നു എന്നാണ് പൃഥ്വിരാജിനോട് ആരാധകർ ഇപ്പോൾ ചോദിക്കുന്നത്. ഇന്ദ്രിയത്തിന്റെ മകൾ പ്രാർത്ഥന ഇന്ദ്രിയത്ത് ഇന്നേ ദിവസം സോഷ്യൽ മീഡിയയിൽ അച്ഛനും കൊച്ചച്ഛനും ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ടാണ് എത്തിയത്. കൂടാതെ ചിത്രത്തിൽ താൻ പാടിയ തീം സോങ്ങും പ്രാർത്ഥന ഇന്ദ്രിയത്ത് പങ്കുവച്ചിട്ടുണ്ട്. കൂടാതെ ഈ ചിത്രത്തിൽ പൃഥ്വിരാജിന്റെ ഇൻവോൾവ്മെന്റ് കൂടുതലാണ് എന്ന് പറയുന്നത് സത്യം തന്നെയാണ്. കാരണം ഇതിൽ പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന സായിദ് മസൂദ് എന്ന കഥാപാത്രം ഒരു വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. സായിദ് മസൂദിന്റെ ചെറുപ്പകാലം മുതലുള്ള സ്റ്റോറി, അതിനൊപ്പം ഭാഗമാകുന്ന ഖുറേഷി എബ്രാം, രണ്ടുപേരുടെയും കഥകൾ വളരെ ഇമ്പോർട്ടന്റ് ആയി ചിത്രത്തിൽ കാണിക്കാൻ പോവുകയാണ്. ദൈവപുത്രിക്കും പുത്രനും വിളിപ്പാടകലെയാണ് സ്റ്റീഫൻ എന്ന ചെകുത്താൻ. സ്റ്റീഫന് ഒരു വിളിപ്പാടകലെയാണ് സായിദ് മസൂദ്. മാലാഹിയുടെ മാലാഹിയെ പോലെ ബസ് ഏക് ഇഷാര ഭായിജാൻ ബസ് ഏക് ഇന്തുസാർ രഹേഗ. ടീസറിൽ സ്പെക്ടാക്കിൾ സൂചനകൾ തന്നിട്ടുണ്ടെങ്കിലും ഇതിനിടയിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്നത് ഈ മനുഷ്യരുടെ ഇടയിലെ കടപ്പാടുകളാണ്. ഇതിലേക്കുള്ള വെളിച്ചം വീശലായിരിക്കും എമ്പുരാൻ. ഇതോടെ സ്റ്റീഫൻ, ഖുറേഷി എബ്രാം, സായിദ് മസൂദ് ഒക്കെ ആരാണെന്ന് വ്യക്തമാകും. ടീസറിൽ തന്നെ ചെറുപ്പകാലം കാണിക്കുന്ന ഓരോ പോർഷനും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു കൊച്ചിനെ എടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു പയ്യനെ കാണിക്കുന്നത് എബ്രാം ഖുറേഷിയും സായിദ് മസൂദുമാണെന്നും ഒരു കയ്യിൽ ഒരു കൊച്ചുകുട്ടി വന്ന് പിടിക്കുന്നതും ഇവരാണെന്നും പറഞ്ഞു വെക്കുകയാണ് ഓരോ പ്രേക്ഷകനും. അപ്പോൾ ഒരു ബാക്ക് സ്റ്റോറി എന്തായാലും പ്രതീക്ഷിക്കാം.